വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയൊക്കെ ചെയ്താലും പ്രോപ്പറായിട്ടുള്ള ഇൻറ്റീരിയർ ലൈറ്റിങ് വന്നാലേ ഉള്ളൂ ആ ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ആ ലൈറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് അതിൻ്റെ കളർ ടെമ്പറേച്ചറാണ്. നമ്മൾ ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴും ആ സ്പേസിനനുസരിച്ചിട്ടുള്ള കളർ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് 3 രീതിയിലാണ് ലൈറ്റുകൾ വരുന്നത്. വാം, അതുപോലെ തന്നെ ന്യൂട്രൽ, അതുപോലെ തന്നെ കൂൾ വൈറ്റ്. ഇങ്ങനെ 3 ടോണിലായിരിക്കും ലൈറ്റുകൾ വരുന്നത്. നമ്മളിപ്പോൾ ബെഡ്റൂം, ഡ്രോയിങ് റൂം അങ്ങനെയുള്ള സ്പേസുകളാണെങ്കിൽ നമ്മളൊരു റിലാക്സ്ഡ് കോസി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും വാം ലൈറ്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ടാസ്കിന് ഇമ്പോർട്ടൻസ് ഉള്ള കിച്ചൺ പോലുള്ള സ്പേസുകളാണെങ്കിൽ നമ്മളവിടെ കുറച്ചുകൂടെ ന്യൂട്രലോ അല്ലെങ്കിൽ കൂൾ വൈറ്റോ ആയിട്ടുള്ള ലൈറ്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ബീം ആംഗിളാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബീം ആംഗിൾ എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്പേസിലേക്കും സെലക്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ പാനൽ ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബീം ആംഗിൾ 120 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ അത് ഭയങ്കര സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ ഈക്വൽ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ആ റൂമിൽ മൊത്തം വെട്ടം ഉണ്ടാവും. അതേസമയം നമ്മൾ ഫോക്കസ്കോ പോലുള്ള ലൈറ്റുകളാണെങ്കിൽ 45 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ലൈറ്റുകൾ വരിക. അപ്പോൾ നമ്മൾ ഫർണിച്ചറോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ ലോ ബീം ആംഗിൾ ലൈറ്റുകളായിരിക്കും. അപ്പോൾ നമ്മൾ കോമൺ സ്പേസിലേക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ലിവിംഗ് റൂമിലേക്കോ ഡൈനിങ്ങിലേക്കോ ഒക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേനും ബീം ആംഗിൾ ഒരു 45 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ഒക്കെ ഉള്ളത് ചൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. 3 CRI വാല്യൂ, കളർ റെൻഡറിങ് ഇൻഡെക്സ്. ഈ കളർ റെൻഡറിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഈ ലൈറ്റിൽ എത്രത്തോളം അതിൻ്റെ ഒറിജിനൽ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ CRI വാല്യൂ ഒരു 90യോ എബോയോ ഉള്ള ലൈറ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്ന ഇൻറ്റീരിയർ കളേഴ്സും ടെക്സ്ചേഴ്സും ഒക്കെ പ്രോപ്പറായിട്ട് ആ ഒരു കളറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഹൈ CRI വാല്യൂ ഉള്ള ലൈറ്റുകൾ ഹെൽപ്പ് ചെയ്യും.